വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് അവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന വയോമിത്ര. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹലോ കമ്മ്യൂണിറ്റി റേഡിയോ 90.8 സഹകരണത്തോടെ സാമ്പത്തിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. നമസ്കാരം. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ മഹാകുംഭമേളയും മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും എന്നതാണ് ഈ 11ാം അധ്യായം മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചാ വിഷയം. शिव शिव शंभु शंभु है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है। धाम त्रिवेणी शंभु शंभु है, महाकुंभ 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 है। कण कण शिव शिव शंभु शंभु है, महाकुंभ है। शंभु शंभु है, शंभु शंभु है, शंभु शंभु है। धाम त्रिवेणी शंभु शंभु है, शंभु शंभु है। महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है। संचालित जो स्वयं ही होता ये वो यंत्र है, देवगणों का इस धरती को देव मंत्र है। चिट्ठी है ना तार है, मेला ये अपार है, पुण्य का परिणाम है, मोक्ष का ये द्वार है। शिव शिव शंभु शंभु है, 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 शंभु शंभु है। महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है। संत अखाड़े साधु जोगी और तपस्वी एक साथ सब लगा रहे संगम में डुबकी। बाबा जोगी बांट रहे जन मन को शुद्धि, एक जगह आ बैठी है भक्ति और शक्ति। कण कण शिव शिव शंभु शंभु है, शंभु शंभु है, शंभु शंभु है। धाम त्रिवेणी शंभु शंभु है, शंभु शंभु है। महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है, महाकुंभ है। മുൻ എപ്പിസോഡുകളിലേതുപോലെ ഭരതൻ മുത്തച്ഛൻ, ലക്ഷ്മി, രാമേട്ടൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അവരുടെ സംഭാഷണങ്ങളിലൂടെയാണ് നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന ഈ പ്രത്യേക പരിപാടി പുരോഗമിക്കുന്നത്. അതിനു മുമ്പ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളിലേക്ക് ഒരു തിരനോട്ടം. വഴിയിൽ വീടാതെ താങ്ങിടണം, കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിൻ ആധിക്യം സമ്മാനിക്കും.
ലക്ഷ്മി, ഒന്നിങ്ങോട്ട് വരാമോ? ഇതൊന്ന് നോക്കൂ. ഈ ലാപ്ടോപ്പിൽ വൈഫൈ നേരാവണ്ണം കണക്റ്റ് ആവുന്നില്ലല്ലോ. രാവിലെ മുതൽ ഇൻ്റർനെറ്റ് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈറ്റ് ലോഡാകുന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. നീ നോക്കിയാ ഒരുപക്ഷെ ശരിയാവും. ആ മുത്തച്ഛ, എന്തിനാണ് രാവിലെ തന്നെ ഇരുന്ന് ഈ ലാപ്ടോപ്പുമായി ഇങ്ങനെ ഗുസ്തി പിടിക്കുന്നേ? ഇവിടെ റേഞ്ച് കുറവാണ്. വൈഫൈ മോഡം ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് ആ മുറിയിലേക്ക് നമുക്കൊന്ന് മാറിയിരുന്ന് നോക്കിയാലോ? ഓ, ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം. ആ, ഇപ്പൊ കിട്ടുന്നുണ്ട്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റ് ഓപ്പൺ ആയി വന്നല്ലോ. ഇതെന്താ വേണ്ടേ? ഡെസ്റ്റിനേഷനും തീയതിയും എല്ലാം ചോദിക്കുന്നുണ്ട്. മോളെ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നായ മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആരംഭിച്ചത് നീ അറിഞ്ഞില്ലേ? പത്രത്തിലും ടിവിയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഉണ്ടായിരുന്നല്ലോ. മുത്തശ്ശനൊരാഗ്രഹം, ഇത്തവണത്തെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്ത് പുണ്യം നേടണം. ഒരു വ്യാഴവട്ടം മുമ്പ് നിന്റെ മുത്തച്ഛിയോടൊപ്പം പൂർണ്ണ കുംഭമേളയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എങ്കിലും ഇത്തവണത്തേതിന് പ്രത്യേകതകൾ ഏറെയാണ്. 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇക്കുറി. ഇനി ഈ ആയുസ്സിൽ മറ്റൊരു കുംഭമേള ഇല്ല മോളെ. അതുകൊണ്ടാ. ഉവ്വു മുത്തച്ഛ, പക്ഷേ ഇതെന്താ വ്യത്യാസം മഹാകുംഭമേളയും പൂർണ്ണ കുംഭമേളയും തമ്മിൽ? ശ്രദ്ധിച്ചു കേൾക്ക്, ഞാൻ പറഞ്ഞു തരാം. 12 വർഷത്തിലൊരിക്കൽ നടന്നു വരാറുള്ളതിനെ കുംഭമേള എന്ന് പണ്ഡിതർ വിളിക്കാറുണ്ട്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് മഹാകുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 11 പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോൾ 12ാമത്തേതിന് മഹാകുംഭമേള. കാലാതീതമായ ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളം കൂടിയാണിത്. ആത്മീയമായ പൈതൃകത്തിന്റെയും ഐക്യത്തിന്റെയും സംഗമം. ആഹാ, കുറെ സന്യാസിമാരും ഋഷിമാരും നദിയിൽ മുങ്ങുന്നതിന്റെ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. മുത്തശ്ശ, ഒരു സംശയം. ഇതിപ്പോ പ്രയാഗ്രാജ് എന്ന സ്ഥലത്തല്ലേ കുംഭമേള നടക്കുന്നത്? എന്നാണ് സമാപനം? അതെ, നീ പറഞ്ഞതുപോലെ പ്രയാഗ്രാജിൽ തന്നെയാണ് മഹാകുംഭമേള നടക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 13 തുടങ്ങി ഫെബ്രുവരി 26 മഹാശിവരാത്രി വരെ ദേശദേശാന്തരങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് പേരാണ് രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നും കുംഭമേളയിൽ പങ്കെടുക്കാനെത്തുക. പ്രയാഗ്രാജിലെ ഏകദേശം 15 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമ തീരത്ത് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കാഴ്ച ദൈവികമെന്ന് വിശേഷിപ്പിക്കാം. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ അന്വർത്ഥമാക്കുന്ന ഇടം കൂടിയാണിത് മോളെ. മൗനി അമാവാസി, വസന്ത് പഞ്ചമി, മാഘപൂർണിമ എന്നീ ദിനങ്ങളിലെ അമൃതസ്നാനം ഏറെ വിശേഷപ്പെട്ടതാണ്. സമ്മതിച്ചു മുത്തശ്ശ. പക്ഷേ കോടിക്കണക്കിന് ആൾക്കാര് വരുമ്പോ തിക്കും തിരക്കും ബഹളവും സുരക്ഷ ആരോഗ്യം എല്ലാം പ്രധാനമാണ്. ലക്ഷ്മി മോളെ, ഞാനും നിന്റെ മുത്തശ്ശിയും ഇതിനു മുമ്പത്തെ പൂർണ്ണ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അന്ന് ഇതല്ല സ്ഥിതി. യാത്രാക്ലേശവും ജനക്കൂട്ടവും തുലവും കുറവായിരുന്നു. പ്രായവും. ഭരതേട്ടാ. ആരാത്? എത്ര നാളായി നമ്മൾ കണ്ടിട്ട് രാമ. നീ അകത്തേക്ക് വാ. സുഖാണോ നിനക്ക്? ആ, തട്ടിയും മുട്ടിയും വലിയ പരിക്കില്ലാതെ പോണു. ഇത്തിരി ദൂരം കൂടുതൽ നടന്നാൽ കിതയ്ക്കും, പോരാത്തതിന് മുട്ടുവേദനയും. രാമ, നീ ആ സെറ്റിയിൽ കുത്തിയിരിക്കെ. കിതപ്പൊക്കെ അങ്ങ് നടങ്ങട്ടെ. മോളെ ലക്ഷ്മി, രാമേട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അടുക്കളയിൽ പോയി ചടയേന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. ആ രാമ, പിന്നെന്താ വിശേഷം? ലക്ഷ്മി മോള് ഒന്നുകൂടി മുതിർന്നല്ലോ. എന്താ രണ്ടുപേരും കൂടി രാവിലെ തന്നെ ചർച്ച? കുംഭമേളയെ കുറിച്ചായിരുന്നു രാമനങ്കിൾ. ഓ, മേളയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതൊരു കാലം. ഒറ്റാന്തടി ആയിരുന്നു അന്ന്. ഉലകം ചുറ്റാൻ ഒരു മുടക്കവും ഇല്ല. ആൾക്കൂട്ടവും തിരക്കും ഏശില്ല. പക്ഷേ ഇപ്പൊ വലിയ ജനക്കൂട്ടമാ. പ്രായമായവർ ക്ലേശിക്കും തീർച്ച. മുമ്പത്തെ പോലെ അല്ല. രാമനങ്കിൾ എന്താ ഈ പറയുന്നത്? പൂഴി മാനത്തേക്കിട്ടാൽ മണ്ണിൽ തൊടില്ല. തൃശൂർ പൂരത്തിന്റെ 1000 ഇരട്ടി പുരുഷാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ മോളെ. ശരിയായ ക്രമീകരണമോ സൗകര്യമോ ഇല്ലെങ്കിൽ പാടുപെട്ടു പോവും. തിക്കിലും തിരക്കിലും ഉന്തിലും തള്ളിലും ശ്വാസം പിടിച്ച് അപകടങ്ങളെക്കുറിച്ചൊക്കെ മോള് കേട്ടിട്ടില്ലേ? കഴിഞ്ഞ തവണ ഒരു വൃദ്ധൻ വഴി തെറ്റിയിട്ട് കൃത്യസമയത്ത് സഹായം എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. മോളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. രാമ,
നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ പോവാൻ ഉറച്ചിട്ടുണ്ട്. ഈ ആയുസ്സിൽ ഇനി മറ്റൊരു മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. നീ വരുന്നുണ്ടോ? നമുക്ക് ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്ത് പോയി വരാം. ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല. എന്താ രാമ? ആഹാ, രണ്ടാളും ഉഷാറായല്ലോ. എന്താ ഒരു വൈബ്. എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം സെറ്റാക്കാം. ഐഡന്റിറ്റി കാർഡ്, മെഡിക്കൽ റെക്കോർഡ്സ്, എമർജൻസി ഫോൺ നമ്പറുകൾ ഇതെല്ലാം കയ്യിൽ കരുതിയാൽ 90% പ്രശ്നങ്ങളും ഒഴിവാകും. അത് ശരി. പക്ഷേ പ്രായമായവർ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും അവരെ അനുഗമിക്കണം. അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകാൻ ഇടയുണ്ട്. മോളും കൂടെ പോരൂ. എന്താ? എനിക്ക് ഫൈനൽ എക്സാം ഉണ്ടെങ്കിൽ ക്ലാസ് മിസ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടല്ലേ. രാമ, കണ്ടില്ലേ, മിടുക്കി അവള്. പരീക്ഷയുടെ പേര് പറഞ്ഞ് സൂത്രത്തിൽ രക്ഷപ്പെട്ടു. ചില ഡയറക്റ്റീവ്സ്, മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാൽ സുഖമായിട്ട് പോയി വരാം. മുത്തച്ഛ, ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കാതെ സൂക്ഷിക്കണം. ക്ഷീണം തോന്നുകയാണെങ്കിൽ ഇരിക്കുക, വിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധ വെച്ചാൽ മതി മുത്തച്ഛ. പിന്നെ എപ്പോഴും ഒരു ഫോൺ കയ്യിൽ കരുതണം. ഏത് സാഹചര്യത്തിലും അത്യാവശ്യത്തിന് ആരെയെങ്കിലും ബന്ധപ്പെടാൻ ഇതിലൂടെ കഴിയും. പിന്നെ ഇക്കുറി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പ്രത്യേക സ്റ്റോളുകളും കുംഭമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോളോ? അത് കൊള്ളാവല്ലോ. അതെ അങ്കിൾ, വീൽ ചെയറും വാക്കിംഗ് സ്റ്റിക്കും ഉൾപ്പെടെ ഒരു വലിയ സംവിധാനം തന്നെ മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. കൂടാതെ സന്നദ്ധ പ്രവർത്തകരുടെ മുഴുവൻ സമയ സേവനവും പ്രായമേറിയവർക്കുള്ള പരിഗണനയിൽ അല്പം പോലും കുറവ് വരുത്തരുത് എന്ന് കരുതിയാണ് ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ശരിയാണ് മോളെ. ഞങ്ങൾ മുതിർന്നവരുടെ ജീവിത സായാഹ്നം നിസ്സഹായതയിലും നിരാശയിലും ചെലവിടാനുള്ളതല്ല എന്ന തിരിച്ചറിവ് സമ്മാനിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് വലിയ കാര്യം. പുതുതലമുറയും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്ന് കാണുമ്പോഴുള്ള സന്തോഷവും. ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്കും ഏറെ പഠിക്കാനുണ്ട്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും. ആബ്സല്യൂട്ട്ലി റൈറ്റ് മുത്തച്ഛ. എട്ടും പൊട്ടും തിരിയാത്ത ന്യൂജൻ തലമുറ എന്നൊക്കെ പദം പറച്ചിൽ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്നും ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. മുത്തച്ഛന്റെ അടുത്ത് യു ആർ സച്ച് എ ലവ്ലി പേഴ്സണാലിറ്റി മൈ ഡിയർ ഗ്രാൻഡ്പാ, ലവ് യു. പുകഴ്ത്തി നീ ഞങ്ങളെ അങ്ങനെ സൂചിപ്പിക്കല്ലേ. എന്തായാലും ഒരു മിഠായി ഞാൻ വാങ്ങിച്ചു തരാം. എന്താ അതിന്റെ പേര്? ഡയറി മിൽക്കോ അതോ 5 സ്റ്റാറോ? അതൊന്നും ഇപ്പൊ വേണ്ട മുത്തച്ഛ. ട്രീറ്റ് ഞാൻ വരവ് വെച്ചിരിക്കുന്നു. പിന്നൊരു കാര്യം ഞാൻ വിട്ടുപോയി. മോഡേൺ ടെക്നോളജി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു കുംഭമേള കൂടിയായിരിക്കും ഇത് മുത്തച്ഛ. അതെന്താ മോളെ? മുത്തച്ഛന് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നറിയാലോ? ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടുകൾ 11 ഇന്ത്യൻ ഭാഷകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കുംഭമേളയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സഹായങ്ങളും ഈ ചാറ്റ് ബോട്ടിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് ലഭിക്കും എന്നതാണ് സവിശേഷത. കാലത്തിന്റെ ഒരു പ്രവാഹം നോക്കൂ. ഞൊടിയിടയിലല്ലേ കാര്യങ്ങൾ കരണം മറിയുന്നത്. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്നല്ലേ? മുത്തശ്ശ, നമ്മുടെ ഈ സല്ലാപത്തിൽ മാത്രം ഒതുങ്ങാതെ മഹാകുംഭമേളയുടെ ആധികാരിക വിശേഷം ശ്രേഷ്ഠരിൽ നിന്നും മറ്റുമായി ചോദിച്ചറിഞ്ഞാലോ? ധാരാളം കുംഭമേളകളിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീ സാധു ആനന്ദവനം ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഞാൻ സാധു ആനന്ദവനം, ശ്രീവഞ്ച് ദശനാം ജൂന അഖാഡയിലെ സാധുവാണ്. പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയുടെ സംഘാടകർ ആയിട്ടുള്ള അഖാഡകളിലെ ഏറ്റവും പഴയതും വലുതുമായിട്ടുള്ള അഖാഡയാണ് ജൂന അഖാഡ. പ്രയാഗ്രാജില് ഇതിനു മുമ്പുള്ള 2 കുംഭമേളകളിലും പൂർണ്ണ കുംഭമേളകളിലും 2 അർദ്ധ കുംഭമേളകളിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിനിടയിൽ ഈ 24 വർഷത്തിനിടയിൽ നടന്ന മറ്റ് 3 സ്ഥലങ്ങളിലെയും കുംഭമേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. സന്യാസിമാരുടെ ഇടയിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള രീതികളാണ്, പന്ഥാവുകളാണുള്ളത്. ഒന്ന് മഠങ്ങളിലൂടെയുള്ളതും മറ്റൊന്ന് അഖാഡകളിലൂടെയുള്ളതും.
മഠങ്ങളിലുള്ളത് ജ്ഞാനപന്തികളാണ്, ശാസ്ത്രധാരികളാണ്, അറിവിന്റെ ലോകത്താണ് ആ സന്യാസിമാർ വ്യാപരിക്കുക. അതേസമയം ധർമ്മ പ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള സന്യാസി വിഭാഗമാണ് അഖാഡകളിൽ കൂടെ ഉള്ളത്. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു സൈന്യ സ്വഭാവത്തിലുള്ള സന്യാസി സമൂഹമാണ് അഖാഡകളുടേത്. 13 അഖാഡകൾ ചേർന്നിട്ടാണ് കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതിൽ 7 അഖാഡകൾ ശങ്കര ദശനാമി പരമ്പരയിലുള്ള സന്യാസി അഖാഡകളാണ്. അതിൽ ഏറ്റവും പഴയതും വലുതുമായ അഖാഡയാണ് ശ്രീപഞ്ച ദശനാം ജൂന അഖാഡ, പിന്നെ മഹാനിർവാണി, നിരഞ്ജിനി, അങ്ങനെ മറ്റ് അഖാഡകൾ. 3 അഖാഡകൾ വൈഷ്ണവ സമ്പ്രദായത്തിൽ, അവരെ ഇവിടെ വൈരാഗികൾ എന്ന് പറയും, വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള അഖാഡകളാണ്. 3 അഖാഡകൾ ഉദാസീനുകൾ, സിഖ് ഗുരുപരമ്പരയിൽ നിന്ന് ഉത്ഭവിച്ച സിഖ് പരമ്പരയെ കൂടി ബന്ധപ്പെട്ടിട്ടുള്ള അഖാഡകളാണ് ഉദാസീനുകൾ എന്ന് പറയുന്നത്. അങ്ങനെ 13 അഖാഡകൾ. ആ അഖാഡകൾ ആചാര്യന്മാരായിട്ട് അഭിഷേകം ചെയ്ത് വാഴിച്ചിരിക്കുന്ന മഹാമണ്ഡലേശ്വർമാര്, ആചാര്യ മഹാമണ്ഡലേശ്വർമാര്, ഇത്രയും പേര് ചേർന്നിട്ടാണ് കുംഭമേളയിലെ ഷഹി സ്നാനം, രാജകീയ സ്നാനത്തിന് ഘോഷയാത്രയായി പോയി ആ ചടങ്ങ് നിർവഹിക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ പ്രയാഗ്രാജില്, ഹരിദ്വാറില്, ഉജ്ജയിനിയില്, നാസിക്കില്, ഈ 4 സ്ഥലത്ത് ദേവാസുര യുദ്ധത്തിന്റെ കാലത്ത്, അമൃതിന് വേണ്ടി നടന്ന ദേവാസുര യുദ്ധത്തിന്റെ കാലത്ത് അമൃത് വീണതിന്റെ സ്മരണയിൽ, അതിന്റെ ഐതിഹ്യത്തിൽ നടക്കുന്ന കുംഭമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളും, ഏകദേശം 60 ലക്ഷത്തോളം സന്യാസിമാര് ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. 45 കോടിയോളം ആളുകൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുംഭമേളയില് സ്നാനമാണ്, ഈ അമൃതന്റെ സാന്നിധ്യമുള്ള തീർത്ഥഘട്ടങ്ങളിലെ സ്നാനമാണ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതുപോലെ എല്ലാ പരമ്പരകളിലും പെട്ട സന്യാസി മഹാത്മാക്കളെ ദർശിക്കാനും അവരുടെ അനുഗ്രഹം നേടാനും അവർക്ക് സേവ ചെയ്യാനും വേണ്ടിയാണ് കോടിക്കണക്കിന് ആളുകൾ ഈ മേള നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ കുംഭ് സുരക്ഷിതമായ കുംഭ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സർക്കാർ അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ആപ്പ്, മൊബൈൽ ആപ്പ് ഉണ്ട്. ആ മൊബൈൽ ആപ്പിൽ SOS ബട്ടൺ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റിനകം സഹായവും മറ്റ് സംഗതികളും ഒക്കെ നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി AI സഹായക് എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് നമ്മുടെ ഏത് സംശയങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടി, താമസം, യാത്ര തുടങ്ങിയിട്ടുള്ള ഏത് സംശയങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24/7 ഡ്രോൺ സർവൈലൻസും വലിയ രീതിയിലുള്ള പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ സജ്ജീകരണങ്ങളുമുണ്ട്. മൊബൈൽ നെറ്റ്വർക്കിന് വലിയ തിരക്ക് വന്നാൽ പോലും വലിയ രീതിയിലുള്ള വിഘ്നം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ള നിരവധി മൊബൈൽ നെറ്റ്വർക്കുകൾ മേള നഗരിയിൽ മുഴുവൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 800ഓളം ഹെക്ടർ വരുന്ന സ്ഥലത്താണ്, ഗംഗാതടത്തിലാണ് താൽക്കാലികമായിട്ട് ഈ ടെന്റ് സിറ്റി പണിതുയർത്തിയിരിക്കുന്നത്. അതിനകത്ത് 1000 കിലോമീറ്ററോളം റോഡുണ്ട്. 3 ലക്ഷത്തോളം ആശ്രമങ്ങളുടെ, സംസ്ഥകളുടെ ടെന്റുകളാണുള്ളത്. അവയ്ക്കൊക്കെ 3 ലക്ഷത്തോളം വൈദ്യുതി കണക്ഷനുകളുണ്ട്. മുഴുവൻ സമയവും ഇവിടെ രാത്രി മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും കോർണറുകളിലുമൊക്കെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സഹായ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ വെള്ളത്തില് സുരക്ഷിതമായിട്ടുള്ള സ്നാനത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ വലിയ വലിയ ബ്ലോക്കുകൾ ഇറക്കിക്കൊണ്ട് ആളുകൾക്ക് നദീതടത്തിൽ തന്നെ, കിലോമീറ്ററുകൾ നീളുന്ന നദീതടത്തിൽ കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് സുരക്ഷിതമായി സ്നാനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അപ്പുറത്തായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒഴുക്കിൽപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുങ്ങൽ വിരുദ്ധരുടെ ഒരു വലിയ നിരയുണ്ട്. അതിനു പുറമെ കമ്പ്യൂട്ടർ സഹായത്തോടു കൂടി റോബോട്ടിക്കായി നിയന്ത്രിക്കപ്പെടുന്ന രക്ഷാ ഉപകരണങ്ങൾ ഇത്തവണത്തെ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ടവറുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് വാച്ച് ടവറുകളിൽ കൂടെ വാച്ചിങ്ങും ഒപ്പം തന്നെ അനൗൺസ്മെന്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വിവിധ ഭാഷകളിൽ, മലയാളം അടക്കമുള്ള ഭാഷകളിൽ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവിൽ ഇത്തവണത്തെ മേളയുടെ ഒരു പ്രത്യേകത ഈ വൃത്തി എന്ന് പറയുന്ന ഒരു സംഗതി. ഇത്രയും ആളുകൾ വന്ന് ചേരുന്ന സമയത്ത് പോലും ക്ലീനിങ്ങിന്റെ അത്രത്തോളം ശ്രദ്ധ. ഇപ്പോൾ ചെറിയൊരു മിഠായിയുടെ കടലാസ് താഴെ ഉണ്ടെങ്കിൽ പോലും പെറുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുചീകരണ തൊഴിലാളികൾ, പേപ്പർ കപ്പുകൾ, ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുള്ള പേപ്പർ കപ്പുകൾ പെറുക്കിയെടുക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ശുചീകരണ തൊഴിലാളികൾ, അങ്ങനെ മുഴുവൻ സമയവും ശൗചാലയങ്ങളും മറ്റുള്ള പരിസരങ്ങളും എല്ലാം അണുനാശകമായിട്ടുള്ള ഇതുകൊണ്ട് വൃത്തിയാക്കുക.
വാട്ടർ ശുദ്ധീകരിച്ച ശുദ്ധജലം എല്ലായിടത്തേക്കും എത്തിക്കുക. അങ്ങനെ ഒരു സുരക്ഷിതമായിട്ട് കുംഭമേള നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടും ശുചിത്വത്തോട് കൂടിയിട്ട് കുംഭമേള നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുമുള്ള വലിയ സംവിധാനമാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രായമായവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് തിരക്കുകളില്ലാതെയുള്ള വാഹനത്തിലൂടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനും വലിയ തിരക്കുകളില്ലാത്ത ഷഹിസ്നാനം ഒഴിച്ചുള്ള സമയങ്ങളിലൊക്കെ വീൽ ചെയർ അസിസ്റ്റൻസ് പോലുള്ള സംഗതികൾ ഏർപ്പെടുത്തുന്നതിനും ഒക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഒരു ബോട്ടുകളിലൊക്കെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ വിലപേശലുകൾക്കോ മറ്റോ വിധേയമാക്കാണ്ട് സർക്കാർ നിരക്കിൽ ബോട്ട് സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഓരോ സെക്ടറുകളിലും അതിനു വേണ്ടിയിട്ടുള്ള സഹായ സംവിധാനങ്ങൾ ഇപ്പൊ ഒരു 30ഓളം സെക്ടറുകളാക്കിയിട്ട് ഈ മണപ്പുറത്തെ തിരിച്ചിട്ടാണ് ഈ കുംഭമേള നടക്കുന്നത്. അപ്പോൾ ഓരോ സെക്ടറിലും പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങളും വാട്ടർ ഓഫീസ്, ഇലക്ട്രിസിറ്റി ഓഫീസ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു തീർത്ഥാടക സൗഹൃദമായിട്ട് തീർത്ഥയാത്രികർക്ക് ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷിതത്വവും സൗകര്യങ്ങളും വേണോ അതിനെല്ലാം ഉള്ള ഒരു സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് മേള നടക്കുന്നത്. പിന്നെ ഷഹിസ്നാന ദിവസങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങളുണ്ട്. അതായത് നമ്മുടെ സന്യാസിമാരുടെ ചടങ്ങിന്റെ ഭാഗമായിട്ട് വലിയ ഘോഷയാത്രയായിട്ട് സ്നാനം ചെയ്യുന്ന ദിവസങ്ങൾ. അപ്പൊ മകരസംക്രാന്തിയിലെ സ്നാനം കഴിഞ്ഞു. ഇനി ഇവിടെ മൗനി അമാവാസി, ജനുവരി 29 മൗനി അമാവാസി, ഫെബ്രുവരി 3 വസന്ത പഞ്ചമി, ഫെബ്രുവരി 12 പൗർണമി, മാഘ പൗർണമി, ഫെബ്രുവരി 26 ശിവരാത്രി. 26 കൂടിയിട്ടാണ് മേള അവസാനിക്കുന്നത്. ഇത്രയും ഷഹി സ്നാന ദിവസങ്ങൾ, ആ ദിവസങ്ങളിലാണ് വലിയ തിരക്കുകൾ ഇവിടെ ഉണ്ടാവുക. ആ തിരക്ക് കൂടി വരുന്നതിനനുസരിച്ചിട്ട് വാഹനങ്ങളുടെ നിയന്ത്രണം, വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുക മേള നഗരിയില്. അത് കൂടാതെ കാൽനട പോലും ഒരു തിരക്ക് കുറച്ച് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽനട പോലും നിയന്ത്രിച്ചുകൊണ്ട് ഒരു വഴി കൂടെ അകത്തേക്ക് കിടക്കാനും മറ്റൊരു വഴി കൂടെ പുറത്തേക്ക് കിടക്കാനും ഒക്കെയുള്ള രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും പക്ഷെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഷഹീസ്നാന ദിവസങ്ങളുടെ തലേ ദിവസത്തിന് മുമ്പെങ്കിലും, തലേ ദിവസം തൊട്ട് ഇവിടെ വലിയ ബ്ലോക്കുകൾ ഉണ്ടാകും. ഒരു 10-20 കിലോമീറ്റർ ഒക്കെ നടക്കേണ്ടി വരും. അപ്പൊ അതിന് തലേ ദിവസം എത്തിച്ചേരാനും ഷഹീസ്നാനം കഴിഞ്ഞ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് കടക്കാനും സാമാന്യേന സാധ്യതയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള തിരക്കുകളുള്ള ദിവസങ്ങളാണ് അത്. പക്ഷെ മേള ആ രീതിയിൽ അനുഭവിക്കാനും പറ്റില്ല. കാരണം ത്രിവേണി സംഗമത്തിൽ അന്നത്തെ ദിവസം സന്യാസിമാര് മാത്രമാണ് കുളിക്കുക. മറ്റ് സ്ഥലങ്ങളിലാണ് ഭക്തരായിട്ടുള്ള ആളുകൾക്ക് കുളിക്കാൻ പറ്റുക. മാത്രമല്ല അതിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് മേള നഗരിയിൽ സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാനോ നമുക്ക് ഈ എല്ലാ ആശ്രമങ്ങളിലെയും പരമ്പരകളിലെയും സന്യാസിമാരെ എല്ലാവരും കാണുന്നതിനൊക്കെ വളരെ പ്രയാസമുള്ള ഒരു ദിവസങ്ങളാണത്. അപ്പോൾ മേള അനുഭവിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ ദിവസങ്ങൾ ഒഴിവാക്കി വരികയായിരിക്കും നന്നാവുക. മഹാകുംഭമേളയെക്കുറിച്ച് ശ്രേഷ്ഠർ പറഞ്ഞത് കേട്ടുവല്ലോ. സമഗ്രമായ ഒരു സംക്ഷിപ്തം ശ്രോതാക്കൾക്ക് ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പവിത്രമായ ഈ മഹാകുംഭമേള മുതിർന്നവർക്കും ആസ്വാദ്യകരമായ ആത്മീയ അനുഭവമായി മാറുമെന്ന് വിശ്വസിക്കുകയാണ്. ലക്ഷ്മി, രാമ, നമുക്ക് വിട വാങ്ങാൻ സമയമായി. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയുടെ 11ാമത് അധ്യായത്തിന് ഇവിടെ പരിസമാപ്തി ആവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താം. ഭരതൻ, ഞാൻ RJ വിൻസെന്റ്. ലക്ഷ്മി, ഞാൻ അശ്വതി. രാമേട്ടൻ, ഞാൻ KJ ജോസഫ്. വയോധികയെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ കാണിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കം സ്നേഹിക്കാം ആദരവാൻ, നരയും ചൂളിവെല്ലാം നെഞ്ചിലെത്തി കൈപിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ.
വയോധികരെ എന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ താങ്ങിയിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓക്കാം സ്നേഹിക്കാം ആദരവാൽ, നിറയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം സഹായിച്ചിടാം, വയോധികർ നാടിൻ അഭിമാനമല്ലോ. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യുദയ യോജന അടിസ്ഥാനമാക്കിയുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹെലോ റേഡിയോ 90.8 സാമൂഹിക റേഡിയോ. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുമുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് അവശ്യ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന പരിപാടിയാണ് വയോമിത്ര.